കൗണ്ട് ഡാനിയലോ സ്റ്റെഫനോ ആരെന്നും അയാളുടെ പൂർവ്വചരിത്രം എന്തെന്നും ഞാൻ നിങ്ങളോട് പറയാം. പ്രഭു പറഞ്ഞു തുടങ്ങി. ആ പുതിയ മനുഷ്യൻ ആരെന്നുള്ള ആകാംക്ഷയോടെ പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും പ്രഭുവിൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരുന്നു. തുർക്കികളുമായുള്ള പോരാട്ടത്തിൽ ഒരിക്കൽ തടവിലായ ഡ്രാക്കുളയെ രക്ഷിച്ച 16 ബന്ധുക്കളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഉണ്ടല്ലോ. വിശ്വസ്തരായ അവർക്ക് പ്രഭു അധികാരമേറ്റപ്പോൾ 16 മലകൾ സമ്മാനിച്ചതും അവർ ആ മലകളിൽ പ്രഭുമന്ദിരങ്ങൾ പണിത് ഭരിച്ചതും ആ കുടുംബങ്ങളുടെ ശാഖകൾ പിന്നീട് യൂറോപ്പിലെങ്ങും പടർന്നു പന്തലിച്ചതുമെല്ലാം അങ്ങ് പറഞ്ഞിരുന്നു. പീറ്റർ പാർക്കർ പഴയ കഥകൾ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു. അതേ സുഹൃത്തെ, താങ്കൾക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ഓർമ്മശക്തിയുള്ളവർക്ക് കഥകൾ കൂടുതൽ രസകരമായിരിക്കും. ആ പരമ്പരയിലെ മറ്റൊരംഗമാണ് കൗണ്ട് ഡാനിയലോ സ്റ്റെഫനോ. അദ്ദേഹം എവിടെയാണ്? എന്തു ചെയ്യുന്നു? ഗ്രെഗ് ചോദിച്ചു. ഹംഗേറിയൻ ആർമിയിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു കൗണ്ട് ഡാനിയലോ. ഡ്രാക്കുളയുടെ നിധി കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ ഡാനിയലോ എന്നും എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബുഡാപെസ്റ്റിലാണ് താമസം. നിങ്ങൾ താമസിച്ച ഹോട്ടൽ മേഫ്ലവർ ഡാനിയലോയുടെ സ്വന്തം വീടായിരുന്നു. ഓഹോ, ഇപ്പോഴെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിധിയുടെ അവകാശം ബന്ധുവായ അദ്ദേഹത്തിനുമുണ്ട് അല്ലേ? ഗ്രെഗ് ഹഡ്സൺ ചോദിച്ചു. അതെ, ഒപ്പം നിന്നവരെ സൗഭാഗ്യമെത്തുമ്പോൾ ഉപേക്ഷിക്കുന്നത് പ്രഭുത്വത്തിനോ മനുഷ്യത്വത്തിനോ ചേർന്നതല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്, ഗ്രെഗ് പറഞ്ഞു. മഹാനഗരങ്ങളിൽ പരിഷ്കൃത വസ്ത്രവും ജീവിത സാഹചര്യങ്ങളും ഉണ്ടാവാം. എന്നാൽ അവരിൽ പലരും അണിഞ്ഞൊരുങ്ങിയ മൃഗങ്ങൾ മാത്രമാണ്. നോക്കൂ, അന്തസ്സും സ്നേഹവും വിശ്വസ്തതയുമായിരിക്കണം മനുഷ്യൻ്റെ മുഖമുദ്രകൾ. പ്രഭു പറഞ്ഞു നിർത്തിയപ്പോൾ പുറത്ത് കുതിരക്കുളമ്പടികൾ കേട്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രഭുവിൻ്റെ ഒരു പരിചാരകൻ വന്ന് പ്രാകൃത ഭാഷയിൽ എന്തോ പറഞ്ഞ് ഒരു കത്ത് കൊടുത്തു. പ്രഭു അതിനു മറുപടി നൽകി കത്ത് വാങ്ങി. ഡാനിയലോയുടെ ദൂതനാണ് അദ്ദേഹം. വഴിയിൽ നമ്മെ സന്ധിക്കും. ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. പ്രഭു ആ കത്ത് വായിച്ചു. എന്നിട്ട് അതിലെ ആശയം വിവരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന് മാത്രം മനസ്സിലാകുന്ന കോഡ് ഭാഷയിലാണ് ഈ കത്ത്. ചർച്ച് സ്ലവോണിക് ഭാഷയിലെയും ഹംഗേറിയൻ ടർക്കിഷ് ഭാഷയിലെയും പദങ്ങൾ മാറ്റിമറിച്ചുണ്ടാക്കിയ കോഡ് ഭാഷ. കുടുംബങ്ങളുടെ പൂർവ്വസ്വത്തായ ഡ്രാക്കുളയുടെ നിധിയെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അന്വേഷിച്ചതും അറിയുന്നതും ഡാനിയലോയ്ക്കാണ്. അദ്ദേഹം ചില വിശ്വസ്തരായ സൈനിക മേധാവികളുമായി ചർച്ച ചെയ്ത് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നേടിയിട്ടുണ്ട്. ആ വിവരങ്ങളാണ് ഈ കത്തിൽ. നിധിയെക്കുറിച്ച് മറ്റുള്ളവരുമായി ചർച്ച ചെയ്തോ? ഗ്രെഗ് ചോദിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു, സൈനിക ആവശ്യങ്ങൾക്ക് രഹസ്യഭാഷകൾ ഡീകോഡ് ചെയ്യുന്ന വിദഗ്ധരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ വിശ്വസ്തരാണ്. മാത്രമല്ല, അവർ കണ്ടെത്തുന്നത് നിധിയാണെന്ന് അവർക്കറിയില്ല. എന്തായാലും മാപ്പിലെ പ്രധാന കേന്ദ്രം സ്നഗോവിൽ തന്നെ എന്നാണ് ഡാനിയലോയും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടെത്തലുമായി ഈ കത്തിലെ അനുമാനങ്ങൾക്ക് സാമ്യമുണ്ടെന്നല്ലേ അങ്ങ് പറഞ്ഞു വരുന്നത്? ഗ്രെഗ് ചോദിച്ചു. അതേ സുഹൃത്തെ, നമുക്കിന്ന് രാത്രി തന്നെ സ്നഗോവിലേക്ക് പുറപ്പെടണം. വഴിയിലുള്ള ഫ്ലവേറിയ വാലിയിൽ ഇന്ന് അർദ്ധരാത്രിയിൽ ഡാനിയലോ നമ്മെ കാത്തു നിൽക്കും. ശരി, ഇനിയെല്ലാം അങ്ങയുടെ നിർദ്ദേശം പോലെയാവട്ടെ, പീറ്റർ പാർക്കർ പറഞ്ഞു. സുഹൃത്തെ, ഇത് നാം ഒരുമിച്ചുള്ള ഒരു പരിശ്രമമാണ്. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നിങ്ങളും നിർദ്ദേശങ്ങൾ നൽകണം. ഇനി നമുക്കൊന്നിച്ച് ആഹാരം കഴിക്കാം. അതിനുശേഷം അല്പം വിശ്രമം, പിന്നീടാവാം യാത്ര. അവർ ആഹാരം കഴിക്കാൻ സ്വീകരണ മുറിയിലെത്തി. പുരാതന പ്രഭുകുടുംബങ്ങളുടെ സർവ്വ ആഡംബരങ്ങളും പ്രദർശിപ്പിക്കുന്നതായിരുന്നു ആ ഭക്ഷണമുറി. ഭിത്തിയിൽ മനോഹരമായ ചിത്രങ്ങൾ, കൊത്തുപണികൾ ചെയ്ത് മനോഹരമാക്കിയ ഇരിപ്പിടങ്ങൾ, തലയ്ക്ക് മുകളിൽ പടുകൂറ്റൻ ശരറാന്തലുകൾ, ഗോതമ്പ് റൊട്ടിയും മാനിറച്ചി കൊണ്ടുണ്ടാക്കിയ രുചികരമായ വിഭവങ്ങളും ഉണങ്ങിയ പഴങ്ങളുമാണ് പീറ്റർ പാർക്കർ കഴിച്ചത്. ഗ്രെഗ് ആപ്പിളും ഒപ്പം അല്പം ചുവന്ന വീഞ്ഞും. ആഹാരം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ അവർ തയ്യാറായി കഴിഞ്ഞിരുന്നു. പ്രഭുവും പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും ഒരു കുതിരവണ്ടിയിൽ സഞ്ചരിച്ചു. പിന്നാലെ വിശ്വസ്തരായ ഏതാനും അനുയായികൾ 2 വണ്ടികളിൽ. അർദ്ധരാത്രിയോടെ അവർ ഫ്ലവേറിയ വാലിയിലെത്തി. അവിടെ ഡാനിയലോ സ്റ്റെഫനോ കാത്തുനിൽപ്പുണ്ടായിരുന്നു. 6 അടിയിലധികം ഉയരമുള്ള ഒത്ത മനുഷ്യനായിരുന്നു ഡാനിയലോ സ്റ്റെഫനോ. കരുത്തുറ്റ ഉറച്ച ശരീരവും തീക്ഷ്ണമായ കണ്ണുകളുമുള്ള അദ്ദേഹത്തിന് ഒരു പ്രഭുകുടുംബത്തിലെ അംഗത്തിന് ചേരുന്ന ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഒരു സൈനികന്റെ ഊർജ്ജസ്വലതയിൽ. വന്ദനം ഡാനിയലോ. വന്ദനം റസ്നോ. പ്രഭുവും ഡാനിയലോ സ്റ്റെഫനോയും പരസ്പരം അഭിവാദ്യം ചെയ്തു. ഇനി നമുക്ക് ഒന്നിച്ച് നീങ്ങാമല്ലേ? ഡാനിയലോ ചോദിച്ചു. അതെ, പ്രഭു സന്തോഷത്തോടെ മുന്നോട്ട് നടന്നു. അടുത്ത നിമിഷം അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് 4 തോക്കിൻകുഴലുകൾ തിളങ്ങുന്നത് പീറ്റർ പാർക്കർ കണ്ടു. അപകടം, അപകടം!
അത്രയും പറയാനേ പീറ്റർ പാർക്കർക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും തുരുതുരെ വെടിപൊട്ടി കഴിഞ്ഞിരുന്നു. ഠേ ഠേ ഠേ.